Hey guys, welcome to Disney Cruise. 1, 2, 3 തുറന്നു നോക്ക്. എന്താണത്? How many years, sir? It's around 13 years. 13 times, yeah? Happy birthday to you. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു ഡ്രീം 2 വർഷമായിട്ടുള്ള വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ട്രിപ്പ് ഇപ്പം നടക്കുവാണ്. അത് നിങ്ങൾ തമിഴിൽ കണ്ടു കാണും. വി ആർ ഗോയിങ് ഫോർ ദ മച്ച് അവൈറ്റഡ് ഫസ്റ്റ് എവർ ഡിസ്നി ക്രൂസ് ഫ്രം ഏഷ്യ എന്നുള്ള ആദ്യത്തെ ഒരു ഡിസ്നി ക്രൂസ് ആണ്. സോ ഇത് ആക്ച്വലി ഇതിൻ്റെ ബുക്കിംഗ് 2 വർഷം മുമ്പേ തുടങ്ങിയായിരുന്നു. ആൻഡ് അന്നേ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. മിഡ് നൈറ്റ് കണ്ട ബുക്കിംഗ് ഓപ്പൺ ചെയ്ത് അന്ന് തന്നെ ബുക്ക് ചെയ്തു. ആൻഡ് ദെൻ ടിക്കറ്റ്സ് ഗോട്ട് സോൾഡ് ഔട്ട് വെരി ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് പറയുന്നത് അറിയാം, ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലെ ബിഗ്ഗസ്റ്റ് ഡിസ്നി ക്രൂസ് ആണെന്നാണ് തോന്നുന്നത്. അത് ഏഷ്യയിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട്. സോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിംഗപ്പൂരിലാണ് നമ്മൾ മലേഷ്യയിൽ നിന്ന്, ജപ്പാനിൽ നിന്ന്, കൊറിയയിൽ നിന്ന്, ചൈനയിൽ നിന്ന്, എല്ലാ രാജ്യത്തു നിന്നും ആൾക്കാർ ഇത് വരും. കാരണം ഡിസ്നി എന്ന് പറഞ്ഞാൽ അതുപോലെ ക്രേസാണ് ആൾക്കാർക്ക്. സോ ആ ഒരു ക്രൂസ് ഷിപ്പിൽ നമ്മൾ പോവാണ്. ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് 3 വ്ളോഗായിട്ട് പറയുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഷിപ്പിൽ കയറുന്ന പ്രോസസ്സും അതുപോലെ തന്നെ ഷിപ്പിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനൊക്കെ. ഒരു ദിവസം ഫുൾ ഫുഡാണ്, അത് വേറെ ലെവലായിരിക്കും. ഫ്രീ അല്ല, നമ്മൾ ഓബിയസ്ലി എല്ലാം കൂടെ ഓൾ ഇൻക്ലൂസീവ് പാക്കേജാണ് കിട്ടുന്നത്. പക്ഷേ അൺലിമിറ്റഡ് ഫുഡായിരിക്കും. അതല്ലാതെ ഷിപ്പിൻ്റെ ആക്ടിവിറ്റീസും ഷോസും എല്ലാം കൂടെ. സോ നിങ്ങൾക്ക് ഒരു ഡിസ്നി ക്രൂസിന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു 3 വ്ളോഗ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫുൾ ഐഡിയ കിട്ടും. ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല, വേഗം പോർട്ടിലേക്ക് പോയിട്ട് ബാക്കിയുള്ള വിവരങ്ങൾ പറയാം. ഇതിന് മുമ്പ് ആക്ച്വലി നമുക്ക് ഇവരുടെ ഒരു ക്രൂസിൻ്റെ ഒരു ഇൻഫ്ലുവൻസർ ക്രൂസ് എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ക്രൂസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് നമ്മൾ പോയായിരുന്നെങ്കിൽ നമുക്ക് ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടില്ലായിരുന്നു. അത് നമുക്ക് ഇതിനു മുമ്പ് കൊടേലിയയിലും അങ്ങനെയായിരുന്നു. അപ്പോഴും നമ്മൾ അതിന് പോയി, നമ്മൾ പെയ്ഡ് തന്നെ എടുത്തത്. സോ ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ പ്രൈസ് പറയാം. 2nd കാറ്റഗറി റൂമാണെന്ന് തോന്നുന്നു, വിത്തൗട്ട് ബാൽക്കണി ഓർ വ്യൂ എനിത്തിങ്. $1,540 ആണ് 3 പേർക്ക് വരുന്നത്, എനിക്കും വേദുവിനും പ്രിയയ്ക്കും. സോ അതാണ് പ്രൈസ് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഓരോന്നായിട്ട് കാണിച്ച് പോകാം. സോ വെൽക്കം ടു അവർ ഡിസ്നി വ്ളോഗ് ഫ്രം സിംഗപ്പൂർ. ഡിസ്നി ക്രൂസിന് പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് 2 പേര് ഫുൾ ബ്യൂട്ടിഫുൾ ആയി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ, വലിയ സംഭവം അല്ലാതെ. 2 പേരുടെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടാ. വേദുവിന്റെ ഫോർ ഡിസ്നി ക്രൂസ്, ദിസ് ഇസ് വേദുസ് കോസ്റ്റ്യൂം. ബാക്കിലേക്ക് 1, 2, 3. ഇതാണ് വേദു. ഇനി അടുത്ത ആള് 1, 2, 3. ഇതാണ് ഡിസ്നി പ്രിൻസസും ഷാഷയും. എന്ത് വേണം. നന്നായിട്ടുണ്ട്. കളർഫുൾ, പെർഫെക്റ്റ് ഫോർ എ സമ്മർ ഡിസ്നി ക്രൂസ് വിത്ത് സം ബ്യൂട്ടിഫുൾ ഇയറിംഗ് മാച്ചിങ്. അത് പക്ഷേ ബാങ്കോക്ക് ഫാഷനിൽ ഇല്ല അല്ലേ? ഇഷ്ടപ്പെട്ടാൽ തുന്നിയിടുന്നതായിരിക്കും പ്രിയ. ഓക്കെ, അപ്പൊ ഫുൾ എക്സൈറ്റ്മെന്റ് റെഡി ആയിക്കോ. കുറെ ഓ മൈ ഗോഡിന് റെഡി ആയിക്കോ അല്ലേ? അതെ, നമ്മൾ എത്തി ഡിസ്നി ക്രൂസിന്റെ എൻട്രൻസിൽ മെറീന ബേ ക്രൂസ് സെന്ററിൽ നിന്നാണ്. തിരക്ക് അത്യാവശ്യമുണ്ട്. ഞങ്ങൾ വരുന്നവർക്ക് ഷിപ്പ് കണ്ടു. എന്തായിരുന്നു അത്? അതെ, തിരക്ക് നോക്ക്. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യണം, പക്ഷെ എനിക്കത് നോക്കിയിട്ട് നടന്നില്ല. അതുകൊണ്ട് നമുക്കിവിടെ ടൈം എടുക്കും ചിലപ്പോൾ. ടിപ്പ് ഞാൻ പറയാവേ, നിങ്ങളിവിടെ വരുമ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിൻ്റെ ടിക്കറ്റ് ഒറ്റയടിക്ക് പേ ചെയ്യേണ്ട. ഇപ്പോൾ എത്ര ഒരു 1.2 lakhs 1.4 lakhs വല്ല ആയിരിക്കുമല്ലോ അപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് വെച്ച്. നമുക്കത് ആദ്യമേ കുറച്ച് പേ ചെയ്തിട്ട് പിന്നെ എനിക്കൊന്ന് സെയിലിങ്ങിന് 3 മാസം മുമ്പേ ഫുൾ പേയ്മെൻറ്റ് കിട്ടും. സോ ഓൾമോസ്റ്റ് നമുക്ക് 1 വർഷം മുമ്പേ ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. സോ EMI പോലെ നമുക്ക് അടച്ചു തീർക്കാം. EMI പോലും അല്ല, നമുക്ക് പൈസ കിട്ടുന്ന പോലെ അടച്ചു തീർക്കാം. ഒരു ചിലപ്പോൾ 5,000 രൂപയാണെങ്കിൽ 5,000, 20,000 രൂപയാണെങ്കിൽ 20,000 അങ്ങനെ അടയ്ക്കാം. പിന്നെ രണ്ടാമത് നമ്മൾ വരുന്നതിന് മുമ്പേ തന്നെ ഓൺലൈൻ ചെക്കിനൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര മണിക്ക് നമ്മൾ എത്തും എന്നുള്ള ടൈം കൊടുക്കാം. ടൈം സ്ലോട്ട്സ് ഉണ്ട്. ആ ടൈം നോക്കി വന്നു കഴിഞ്ഞാൽ ഈ വെയിറ്റിംഗ് ഒന്നും വേണ്ട. ഞാൻ ഇതൊക്കെ ചെയ്തായിരുന്നു, പക്ഷെ അന്നേ ചെയ്തുകൊണ്ട് എനിക്ക് അതൊന്നും ഓർമ്മയില്ല.
അപ്പോൾ ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു 15-20 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം. ഈ വെളിയിൽ വെയിറ്റ് ചെയ്യാൻ സ്ഥലം കുറവാണ്, ഭയങ്കര ചൂടുമല്ലേ. സോ നിങ്ങൾ ആ കറക്റ്റ് ടൈം നോക്കി വന്നാൽ മതിയേ. തിരക്ക് നോക്കിയത് എയർപോർട്ട് പോലെ തന്നെയാണ്. ലഗേജ് സ്ക്രീനിങ് ഉണ്ട്, ഇമിഗ്രേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, മൾട്ടിപ്പിൾ എൻട്രി വിസ എടുത്താൽ മാത്രമേ നമുക്ക് ക്രൂസിൽ പോകാൻ പറ്റുള്ളൂ. താങ്ക് യു. എന്ത് ക്യൂ ആ നോക്ക്. ശരിക്കും ഡിസ്നി ലാൻഡിൽ കയറുന്ന പോലെ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഫുൾ പോർട്ട് അവരെടുത്തെന്ന് തോന്നുന്നു. ഒരു ഓൾറെഡി ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട് അല്ലേ ക്യൂവിൽ നിന്ന്. ഭയങ്കര തിരക്ക്. എനിക്കറിയില്ല റെസ്റ്റോറൻറ്റിൽ ഫുഡൊക്കെ കിട്ടുമെന്ന്. തിരക്കായിരിക്കും ഉറപ്പാ അത്. ആ ഹൈഫൈ ഒക്കെ കൊടുത്താണ് പോകുന്നത്. സോ അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ഡിസ്നി ക്രൂസിലേക്ക് കയറുവാണ്. സൂപ്പർ എക്സൈറ്റഡ്. എന്താ? ആ ഓക്കെ വാ. അങ്ങോട്ട് ചെക്ക് ഇൻ പ്രോസസ് തുടങ്ങും. ഇത് എത്രാമത്തെയാണെന്നറിയോ? എനിക്കൊന്ന് 10,000-4,000-5,000 ആൾക്കാരെങ്കിലും കാണുമായിരിക്കും ക്രൂസിൻ്റെ അകത്ത്. അത്രയും ഫുള്ളാണ്. ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങൾ എന്തുകൊണ്ടാണ് 2 വർഷം മുമ്പേ ബുക്ക് ചെയ്തതെന്ന്. ലുക്ക് അറ്റ് ദ ക്രൗഡ് ഗൈസ്. ഇത് ഒരു ബാച്ചാണ്, ഇതല്ല ടോട്ടൽ ക്രൗഡ്. ഇത് ഇങ്ങനെ തന്നെ ഒരു 2 മണിക്കൂർ 3 മണിക്കൂറായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും ആവും. എല്ലാം കഴിഞ്ഞ് നൗ സ്ട്രേറ്റ് ടു അവർ ഡിസ്നി ഷിപ്പ്. വേദു ആണ് കണ്ട, എല്ലാവരും പറയാം വേദു ആ സ്റ്റാർ. സത്യം പറഞ്ഞ എന്തോ വിഷമം പോലെ പറയാ. ഇത്രയും വർഷം ആഗ്രഹിച്ചിട്ട് എപ്പോഴും അങ്ങനെ. ഈ പിക്നിക്കിന്റെ തലേ ദിവസം ആകുമ്പോ വിഷമോ, നാളെ ആകുമ്പോ കഴിയുമല്ലോ. ഇത്രയും നാൾ ആഗ്രഹിച്ചിട്ട് അത്. എന്നാലും ഷിപ്പ് നോക്കട്ടെ, ഇവിടെ നിന്ന് ഐഡിയ കിട്ടുമോ നോക്കട്ടെ എത്രയുണ്ടെന്ന്. ഓ ഇത് എന്താ ഇത്? ഇതാണ് ഷിപ്പ് കേട്ടോ. അതെ കിടക്ക് നോക്ക്. ഓ ഭയങ്കര അല്ലേ? കാണുമ്പോഴേ പേടിയാവുന്നു. എല്ലാരും പ്രിട്ടി മമ്മിയും ഹാൻസം ബോയും. ഓ എന്താ എല്ലാരും വേദുവിന്റെ ഹാൻസം ബോയ് എന്ന് വിളിക്കുന്നത്? ഓ നാണം. അതൊക്കെ ഉണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഷിപ്പിൽ കയറുവാണ്. എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ടു ദ യൂണിവേഴ്സ് ആൻഡ് ഗോഡ്. ആ എന്താണ് പറയാ? മാസ്ക് ഊരരുത്. വേഗം ഇട്. Don't remove it. രക്ഷപ്പെട്ടു. Good job. Okay, friends, I'll see you around the ship. എന്താണ് എവിടുന്ന് എന്ത് തുടങ്ങും പറയാ? എനിക്ക് ആ കൂടെ കൺഫ്യൂഷൻ. ബാ എന്തായാലും നമുക്ക് ആദ്യമേ റൂമിൽ പോയി സാധനങ്ങൾ വെക്കാം. ഹലോ ബാ, അവിടെയൊക്കെ കിടക്കുന്നേ ഉള്ളൂ. This actually looks like a 5-star hotel, no? 7-star വേണമെങ്കിൽ പറയാം. So big. So realistic. അതെ, നമുക്ക് ഇന്നേ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ കാണിക്കാം. എന്നിട്ട് 2 വ്ളോഗ്സ് ചെയ്യാൻ പറഞ്ഞാൽ സെപ്പറേറ്റ് ഫുഡും സെപ്പറേറ്റ് ഫുൾ ഷിപ്പും. എന്തിനാ? സ്വപ്നാണെന്ന് അറിയാനല്ലേ? വർഷമായിട്ട് കാത്തിരുന്നിട്ടേ. ബാ ആദ്യമേ റൂമിൽ പോവാം. ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ എന്താന്ന് ഇത് റിക്വസ്റ്റ് ആണോ അത് അവർ ചെയ്യുവാണോ എന്നൊന്നും അറിയില്ല. ഇതുപോലെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് പറ്റില്ലായിരിക്കും. ഇത് നേരത്തെ ഇത് കൊടുക്കണം റിക്വസ്റ്റ്. അടിപൊളി അല്ലേ? എന്തൊരു ലക്ഷറീസ്. പിന്നെ ബ്രാൻഡ് ന്യൂ കൂടെ ആണല്ലോ. ഇത് നടക്കുന്ന തന്നെ ഉണ്ടല്ലോ ഇവിടെ. പ്രിയ അവിടെ നിൽക്കുവാണ്. ഒരുപാട് നടക്കമുണ്ട് കേട്ടോ ഒരു റൂമിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. ശരിക്കും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻസിലേക്കൊക്കെ എടുക്കാം. പക്ഷെ അതൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഫസ്റ്റ് ക്രൂസ് എക്സൈറ്റ്മെന്റ് കിട്ടിയത് ഇത് റൂം ബുക്ക് ചെയ്തതാ. ഫുൾ ഡിസ്നി മ്യൂസിക്കോ. കാരണം അതൊക്കെ അവരുടെ ഒരു ലൈഫിൽ 1 ടൈം ഒക്കെ ചിലപ്പോൾ നടക്കുള്ളൂ. അത്രയും സ്പെഷ്യൽ ആക്കണ്ടേ? ഇത് നോക്ക്, ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൂംസ് ഒക്കെ. നമ്മുടെ ഏറ്റവും ബേസിക്കിന് ജസ്റ്റ് മുകളിലുള്ള റൂമാണ്. പക്ഷെ ലെറ്റ്സ് ഗോ സീ ഹൗ ഇറ്റ് ഈസ്. മിക്കവാറും ഈ കാറ്റഗറി റൂം ആയിരിക്കും എടുക്കുന്നത്. പെട്ടിയൊക്കെ ഓൾറെഡി വന്നു. സോ വെൽക്കം ഒഫീഷ്യലി ടു അവർ ഡിസ്നി ക്രൂസ്. ചെറിയ കുട്ടി റൂം ഞാൻ കാണിച്ചു തരാം. Welcome to Disney Cruise. Yeah. So
സോ ഏറ്റവും ചെറിയ റൂം ആണെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ. അല്ല ചെറിയ റൂം ഒന്നും അല്ല, നമ്മള് ലാസ്റ്റ് ടൈം ക്രൂസിൽ പോയേക്കാളും. ഡിസ്നി അല്ലല്ലോ. ഡിസ്നി അല്ല. ഓക്കെ, സോ കേറി വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ ഒരു ഞാൻ വൈഡിട്ട് കാണിക്കാം, ഒരു വാർഡ്രോബ് ഉണ്ട്, വാർഡ്രോബും ഉണ്ട്, അതുപോലെ തന്നെ ഷെൽഫ്സും ഉണ്ട്, ലോണ്ടറി ബാഗ് ഒക്കെ വെച്ചുള്ള ഷെൽഫ്സ് ഉണ്ട്, പിന്നെ ഫ്രിഡ്ജ് ഉണ്ട്. നമുക്ക് അതേ ബാത്റൂം നോക്കാം, അതാണുള്ള ഒരു പ്രശ്നം. അത്യാവശ്യം വലിയൊരു ക്ലോസറ്റ് ആണ്. സോ അത് വലിയൊരു ക്ലോസറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ മിറർ ഉണ്ട്, ഡ്രിങ്കബിൾ ടാപ്പ് വാട്ടർ ആണ്, അപ്പൊ വെള്ളത്തിന് വേണ്ടി എവിടെയും പോകണ്ട, അതും ഗുണമായി. പിന്നെ ഷവർ നോക്കട്ടെ, ഷവർ ഇവിടെ സെപ്പറേറ്റ് ഒരു വാഷ് ഏരിയ, എല്ലാം മിക്കി ബ്രാൻഡഡ് ആണ്. കണ്ട, ഇതൊക്കെ മിക്കി ബ്രാൻഡഡ് ആണ്. സോൾട്ട്, സീ സോൾട്ട് സോപ്പ്, ബോഡി ലോഷൻ, എവറിത്തിങ് ഇസ് മിക്കി തീംഡ് ആണ്. ടവൽസ് ഒക്കെ മിക്കി തീംഡ് ആണ്. കണ്ട, ആൻഡ് ദെൻ കെറ്റിൽ വരെ നോക്ക്, മിക്കി മൗസിന്റെ കെറ്റിൽ പോലെ. പിന്നെ ഗ്ലാസസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണക്ടിങ് റൂം ആണെങ്കിൽ ഒരുമിച്ച് കിട്ടും. ആൻഡ് ദെൻ ദ ബെഡ്, നല്ല വലിയ ബെഡാ. ഹൗ കംഫർട്ടബിൾ. വേറെ കൗച്ച് ഉണ്ട്, അത് ആക്ച്വലി പുൾ ഔട്ട് കൗച്ച് ആണ്. നമുക്ക് അതൊരു ബെഡ് പോലെ ആക്കാം. ആൻഡ് ഇത് കേർട്ടൻ വെച്ച് സെപ്പറേറ്റും ചെയ്യാം. ഓ, വേദന സെപ്പറേറ്റ് ഏരിയ. സ്പൈഡർമാൻ. ആൻഡ് ദെൻ യു ഹാവ് ഇത് നോക്ക്, ലൈറ്റിംഗ് ഒക്കെ നോക്ക്, മിക്കിയുടെ ലൈറ്റാ ഇവിടെ കണ്ടാ. അതെ, അതെങ്ങനെയാ ഓൺ ചെയ്ത് അറിയില്ല, വോട്ട് എവർ. പിന്നെ ഏതോ അത് സ്റ്റൂള് വല്ല ആയിരിക്കും, ഫുഡ് കഴിക്കാനാ പറയാ, റൂം സർവീസില് അത് വലുതാക്കാം. തുറക്കാം അത് കണ്ട, ഇവിടെ ഇരുന്ന് പിസ്സ ഒക്കെ കഴിക്കാം. പിന്നെ TV ഉണ്ട്, മിറേഴ്സ് ഉണ്ട്. നമുക്ക് വ്യൂവും വിൻഡോ ഒന്നും ഇല്ല കേട്ടാ, കർട്ടനൊക്കെ വെറുതെ വെച്ചിരിക്കുവാണ്. ഹെയർ ഡ്രയറും ഉണ്ട്, സോഫയുണ്ട്, എല്ലാ സർവീസും ഉണ്ട്. ഇത് വേദവും വേദുവിന്റെ ഫ്രണ്ടും അദ്രും. ഇതൊക്കെ ഹോം ആണെന്ന് തോന്നുന്നു. വെരി കോസി, കംഫർട്ടബിൾ ആൻഡ് സ്പേഷ്യസ്, നീറ്റ്, ക്ലീൻ, എല്ലാം ഉണ്ട്. ബാത്റൂം ഐ ആം ലൈക്ക് സർപ്രൈസ്ഡ്, അത്രയും വലുത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ടബല്ലേ, ടബ് ഇല്ലടേ, ക്രൂസിൽ ഷിപ്പിലൊന്നും ടബ് കാണില്ല. നമുക്ക് പോയി ഇപ്പൊ എൻജോയ് ചെയ്യാം. ബർത്ത്ഡേ പീപ്പിളിനാ കൊടുക്കുന്നത്. അത് അല്ല അല്ല അല്ല, ഡീറ്റെയിൽ ആയി നാളെ കാണിക്കാവേ, നാളത്തെ വ്ളോഗില്. ഇതെല്ലാം ഡിസ്നി ക്യാരക്ടേഴ്സ് ആണ്. ഇത് നല്ല സിനിമയായിരുന്നു, ബലൂൺ വെച്ച് വീട് പറന്നു പോകുന്നതേതോ, ഭയങ്കര അടിപൊളിയാ, ഓസ്കർ ഒക്കെ കിട്ടിയതാ. പേര് മറന്നുപോയി. അപ്പ കണ്ടു, പണ്ടാടാ, അപ്പ കുട്ടിയായിരുന്നപ്പോഴുള്ള സിനിമ. ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അടുത്ത തവണ നിങ്ങൾ വരുമ്പോ എല്ലാം നമ്മൾ തന്നെ കൊണ്ടുവരണം കേട്ടോ. സോ വി ക്യാൻ ബ്രിങ് വാട്ട് എവർ വി വാണ്ട് ആൻഡ് ഡെക്കറേറ്റ്. അപ്പൊ നിങ്ങൾ തന്നെ കൊണ്ടുവരുക. സ്നിച്ച് വരെ ഉണ്ട്. അടുത്ത ഞങ്ങൾ ഇനിയും വരും കേട്ടാ, ഉറപ്പാണ്. ഹോപ്പ്ഫുള്ളി 3 ദിവസം കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഞങ്ങള് വേറെ ലെവലായിട്ടായിരിക്കും വരുന്നത്. അതെ, ഫോർ യു, നമുക്ക് വേണ്ടി. അത് കണ്ടാ, അത് കൊള്ളാലോ. ഗസ്റ്റ് നമുക്ക് എടുക്കാൻ വേണ്ടി തരുന്നവര്. ഈ ട്രിക്ക് ട്രീറ്റ് ഒക്കെ പോലെ ഹാലോവീനിലെ റൂമാന്ന് തോന്നുന്നു. അതാണ് ഈ ഒറ്റ ഓർഡറായിട്ടുള്ളത്. പക്ഷെ ഇത് നോക്ക് എന്ത് രസമാണ്, ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവര്. ശരിക്കുള്ള ഭംഗികൾ അറിയാൻ പോകുന്നത് സെന്റർ പീസ്. ഇപ്പൊ നോക്ക്, ടു ദ ഡിസ്നി ഗാർഡൻ പ്രിയ. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ, പ്രോപ്പറായിട്ട് പിന്നെ കാണിക്കാം. ഇവരുടെ ഒരു സെന്റർ പീസ് ഏരിയ ആണ്. പക്ഷെ ഞങ്ങൾ ആദ്യമേ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ, എന്നിട്ട് എല്ലാം കാണിക്കാം. ലുക്ക് അറ്റ് ദീസ് പ്ലേസസ്, മൈ ഗോഡ്. കാര്യം വന്നോണ്ടിരിക്കുക പ്രിയ, അപ്പൊ നമ്മള് നേരത്തെ, പക്ഷെ കുറച്ചുകൂടെ നേരത്തെ ഫുഡ് കിട്ടിയാലേ. ഇനിയിപ്പോ ഈ ഡ്രില്ല് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അതല്ല, ആദ്യമേ നമുക്ക് സെയിലിംഗ് കാണാം, എന്നിട്ട് പോവാം. ഇവിടെ നമ്മൾ വന്ന ഉടനെ 4:30 ആകുമ്പോൾ ഒരു സേഫ്റ്റി ഡ്രിൽ ഉണ്ട്. അത് അറ്റൻഡ് ചെയ്യണമെന്ന് കമ്പൽസറി ആണ്. അത് ഏകദേശം ഒരു 20 മിനിറ്റ്സ് ക്ലാസ് ഉണ്ട്. സേഫ്റ്റി ഡ്രിൽ അടക്കമാണ്. പ്രിയ, ഇതൊക്കെ ചെയ്തോണം. ലൈഫ് ജാക്കറ്റ് ഊരാതെ.
സാധാരണ ബോട്ടൊന്നല്ല, കംപ്ലീറ്റ് കവേർഡ് ആയിട്ടുള്ള മറ്റേ പ്രൊപ്പല്ലർ ഒക്കെ ഉള്ള വലിയ സെറ്റപ്പാണ്. ഫുഡിന്റെ ഒക്കെ പിന്നെ കാണിക്കാം. പക്ഷെ ഞാൻ ബർഗറിന്റെ സ്ഥലത്താണ് പോവാനിരുന്നത്. നമുക്ക് സ്ഥലം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഏതോ സ്ഥലം കണ്ടു. എന്തായാലും അല്ല, നാളത്തെ ഫുൾ രാവിലെ ഇറങ്ങി പ്ലാൻ ചെയ്യും. ഇത് നമ്മളൊരു മിക്സഡ് റൈസ് ബോളാണ്. ചിക്കൻ, ബീഫ്, പോർക്ക് എല്ലാം കൂടി ആയിട്ടുള്ള. വേദുവിന് ചിക്കൻ ടെൻഡേഴ്സും റൈസും ആയിട്ട്. ഇത് കഴിച്ച് സെയിൽ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ബാൽക്കണി പോകണം മുകളിൽ. വേഗം കഴിച്ചോ. ഞാനൊന്ന് ഡ്രിങ്ക് എടുക്കാൻ പോയതാ, പിന്നെയും 1 മണിക്കൂർ ക്യൂവാ. അതുകൊണ്ട് വേണ്ടത് വിചാരിച്ചു. ഡെക്ക് 10ന്റെ ബാക്കിലാണ് നമ്മൾ പോകുന്നത്. ഡെക്ക് 6ന്റെ ഫോർവേഡിലേക്ക് പോകണം. തുടങ്ങിക്ക് ഒരു നടത്തം. പ്രിയ ഏത് ചെരുപ്പ് ഇട്ടിരിക്കുന്നത്? അത് കുഴപ്പമില്ല, സ്കെച്ചേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, നടന്നോ. അത് ഭയങ്കര കംഫർട്ടബിളാ. ഷൂസ് തെറ്റിയിട്ടിരിക്കുന്നത്. അതാ ഞാൻ നേരത്തെ നോക്കിയപ്പോ ഞാൻ വെച്ച് വേദു കാലിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ അതാ പറഞ്ഞു വേദു എന്ത് സ്കൂട്ടർ പെട്ടി. ഓ ഡെഡ്പൂൾ. ഒരു ഹൈഫൈ പറഞ്ഞിട്ട് ഡെഡ്പൂളിന് ഹൈഫൈ പറഞ്ഞ പോ. മാസ്ക് ഇട്ട് പോ. സ്റ്റൈലാ അത്. ഇപ്പൊ എടുക്ക്. പോ 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 വേദു, നാണം. പോ ഹായ്. വാട്ട്സ് യുവർ നെയിം? പോ വേദു, ഹൈഫൈ എടുക്ക്. You are from? See hi. High five. പ്രിയ മാറി ഫ്രണ്ടിൽ നിൽക്കാതെ. Just give a high five. High five. High five. ഒന്നും കൂടെ കൊടുക്ക. സ്റ്റേറ്റ് മുകളിൽ വന്നാണ്. നമ്മൾ പോട്ടിന്ന് വിട്ടിട്ടില്ല. എനിക്കൊന്ന് 5:30ക്കാണ്. പക്ഷെ എന്തോ സെയിലിംഗ് ഇവന്റ് ഉണ്ട്. അത് ഈ ഫ്ലോറിലല്ല. ഞാൻ അങ്ങോട്ട് ഈ ഫ്ലോർ വേറെ ലെവലാണ്. ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല, കുറെ കാണിക്കാറുണ്ട്. അത് ഞാൻ അടുത്ത കാണിക്കാം. ഒറ്റൊരു ഷോട്ട് വേഗം വേണമെങ്കിൽ കാണിക്കാം. ഇവിടെ എനിക്കൊന്ന് ഇതാണ് തിയേറ്റർ ആണെന്ന് തോന്നുന്നു കേട്ടോ. സോ നമുക്ക് ഇവിടെ നിന്നായിരിക്കും ഷോ ഇപ്പൊ തുടങ്ങുന്നത്. നമുക്ക് വേണമെങ്കിൽ വേഗം കയറി ഇരിക്കാം. നമുക്ക് ഷോ കാണണം. അതോ മേളിൽ പോയി വ്യൂ എന്നാ വേഗം പോ. മൈ ഗോഡ്, ഇതാണ് ഡിസ്നി തിയേറ്റർ. ഓ എന്താ ഇതല്ലേ. ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഹലോ സാർ. എങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നു? ഡിസ്നി ക്രൂസില്ല. ഇങ്ങോട്ട് വാ. ഇവിടെ വാ, ഇവിടെ ഇരിക്കാം. ചൈന കഴിഞ്ഞ് നമ്മുടെ മുതലാളി ജെറിൻ കോശി ബുക്ക് ചെയ്ത് അന്നേ ബുക്ക് ചെയ്താണ്. ഞങ്ങൾ ക്രൂസിൽ വന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറായി. ഇപ്പോഴാണ് കണ്ടുമുട്ടിയത്. വൈഫും ഉണ്ട്. വൈഫ് ഉറക്കം വന്നു ഡിസ്നി ക്രൂസിന് വന്നിട്ട്. വാട്ട് മാൻ. ആർക്ക് എന്ത് കഴിച്ചിട്ടാണോ? അതെ അതെ, നല്ല ഫുഡായിരുന്നു. എവിടുന്നാ കഴിച്ചത്? ഫ്ലോർ. നിങ്ങൾ എവിടുന്നാ കഴിച്ചു? ഞങ്ങള് മോഗ്ലീസ് റെസ്റ്റോറന്റ്. ഇവിടെ 10-25 റെസ്റ്റോറന്റ് ഉണ്ട്. ഏതാന്ന് അറിയത്തില്ല. എങ്ങനെയുണ്ട് ക്രൂസ്? തുടക്കം സൂപ്പർ. കുളിക്കില്ലേ നമ്മള് 3 ദിവസം? അതെ അതെ. നമ്മുടെ ബെസ്റ്റ് പടിയാണ് ജെറിൻ കോശി. മുതലാളിയാണ്. ഒരു 10-25 ഹോട്ടലുണ്ട്, 12 ഹൗസ് ബോട്ട് ഉണ്ട്. പക്ഷെ ബെസ്റ്റ് പടിയാണ് കേട്ടാ. ട്രാവൽ ചെയ്യാൻ പറ്റിയ ആളാണ്. അതുമില്ല, അഹങ്കാരം പറയാൻ സാധനം അടുത്തോടെ പോയിട്ടില്ല. പാവമാണ്. ചുമ്മാ പറയാ, പാവല്ലാന്ന് ണ്ട് കേട്ടാ. ഏത് ഒച്ചത്തി പറയാൻ. ഒച്ച വെക്ക്. ഇങ്ങനെ ചുമ്മാ ഉറങ്ങിയ പോലെ ഇരിക്കാതെ. വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടാ. അപ്പൊ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് നരേറ്റ് ചെയ്യാം. പ്രിയ നല്ല വൃത്തിയായി പറഞ്ഞു തരും കേട്ടാ. കഴിഞ്ഞു. എന്താ പറയാനുള്ള? ഒന്നും പറയാനില്ല. എന്തുവായിരുന്നു അത്? അഞ്ചടക്ക് ചെറിൻ. ഇതൊക്കെ ആരാന്ന്? മിക്കി മൗസിനെയും ഡൊണാൾഡ് ഡക്കിനെ കണ്ട ലാസ്റ്റ് ഉണ്ടല്ലോ. ലാസ്റ്റ് ഇവിടുന്ന് വേൾഡ് ഫുൾ ഗ്ലിറ്റർ വരും. ഇത് ആക്ച്വലി ഉണ്ടല്ലോ ഒരു ലൈവ് മ്യൂസിക്കൽ ഷോ പോലെ. ലൈക്ക് എല്ലാ ഡിസ്നി ക്യാരക്ടേഴ്സും വരും. മറ്റേ ടാങ്കിൾഡ്, ഫ്രോസൺ, അലാദീൻ, ജീനി, അതിനൂടെ ഫുൾ 3D ഇഫക്ട്സ് ഉള്ള ഒരു സ്ക്രീന്. കംപ്ലീറ്റ് മ്യൂസിക്കൽ. അതിന് ആൾക്കാർ പെർഫോം ചെയ്യുന്നു. നന്നായി അവർ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കാത്ത. ഇവിടെ അടീന്നൊക്കെ വരും കേട്ടോ. ചിലപ്പോ അടീന്ന് മേളീന്ന് ബബിള്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായി റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കാത്ത. നിങ്ങൾ നേരിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഒന്നും പറയില്ല. പോയാൽ അടുത്ത സ്ഥലത്തേക്ക്
പോയാലോ? ആരാ ആരാ ഇതൊക്കെ? വേദു, ആരൊക്കെ ഇതൊക്കെ? ആരാത്? അപ്പ പ്ലേ ഏരിയ വിടാൻ പോവാണ്. ഭയങ്കര പ്ലേ ഏരിയ ആയിരിക്കും. മോനകത്ത് പോയിക്കോ. ഇതിപ്പോ കിഡ്സിന് മാത്രമാണ്. അപ്പൊ എൻജോയ് ചെയ്തിട്ട് അപ്പനോട് വന്ന് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, പറഞ്ഞല്ലേ ഉള്ളു എന്തെങ്കിലും സ്റ്റിക്കർ വെച്ച്. വേദുവിനെ പ്ലേ ഏരിയ വിട്ട് ഞങ്ങൾ റൂമിൽ വന്നു. ഇവിടുത്തെ ഒരു മലയാളി ക്രൂ ഉണ്ട്. പുള്ളിക്കാരന്റെ പേര് അടുത്ത് നോക്കിയിട്ട് പറയാം. രാജേഷ് എന്നാണ് തോന്നുന്നു പേര്. പുള്ളി കൊണ്ടുവന്ന് തന്നു സ്റ്റിക്കേഴ്സ് വേദുവിനെ ഒട്ടിക്കാനായിട്ട്. വേഗം പോകും, നമുക്ക് ഒട്ടിക്കാം. ഭയങ്കര ഹാപ്പിയോ. നമുക്ക് ട്രിപ്പ് തുടങ്ങിയപ്പോ തൊട്ട് ഭാഗ്യമല്ലേ. നോക്ക് എന്താന്ന്. ഓ എന്താ അല്ലേ, സൺസെറ്റ് ആൻഡ് ദിസ് ബ്യൂട്ടിഫുൾ സീ. ഈ ഏരിയൊക്കെ നിങ്ങളെ കാണിക്കാൻ ഉണ്ട് കേട്ടോ. അതൊക്കെ പിന്നെ കാണിക്കാം. ഇതൊക്കെ വേറെ ലെവലാണ്. പക്ഷെ ഐ എം ജസ്റ്റ് എൻജോയിങ് ദ സൺസെറ്റ് ഇൻ ദ ഓപ്പൺ സീ. ബോട്ട് അനങ്ങുന്നതേ അറിയില്ല, വെളി വരുമ്പോഴേ അറിയുള്ളൂ. ഓ ഓ ഓക്കെ, അപ്പൊ വേദുവിനെ പിക്ക് ചെയ്യാനായിട്ട് മെസ്സേജ് നമുക്ക് വന്നു. വേദുവിനെ പോയി പിക്ക് ചെയ്യട്ടെ. ഡെക്ക് 8 ഫോർവേഡിലാണ് നമുക്ക് പോകേണ്ടത്. ഇത് കണ്ട എന്തൊരു ഗ്രാൻഡാന്ന് നോക്കും. ഓരോ ഏരിയകള് ഒരു രീതിയിലും നമുക്ക് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇങ്ങനെ എല്ലാ ഫ്ലോറിലേക്ക് എസ്കലേറ്റേഴ്സും ലിഫ്റ്റും. ലിഫ്റ്റിനകത്ത് ഒരു 6-7 ലിഫ്റ്റ് ഉണ്ട്. അല്ല, എനിക്കൊരു 9 ലിഫ്റ്റ് ഉണ്ട്. ആൻഡ് ഇവിടെ എന്തൊക്കെയാണ്, ഇവിടെയൊക്കെ ഫോട്ടോഷൂട്ടിന്റെ പരിപാടിയാണ്. കൊള്ളാമല്ലോ. അത് തോറിനെ പോലെയൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നടാ? ആ, ഇങ്ങോട്ട് നോക്ക്. ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നു? ഉണ്ടാക്കിയോ? പേര് ചോദിച്ചില്ല. എൻജോയ് ചെയ്തോ? ഡാൻസും ചെയ്തോ? അപ്പൊ അടിപൊളിയായിരുന്നോ? ഓക്കെ, ഏതൊരു സ്പെഷ്യൽ സാധനം അപ്പൊ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ അല്ലേ എല്ലാം? ഇത്രയൊന്നും അല്ല. അത് അമ്മയുണ്ട് ഇവിടെ. അതെ, ചെറുനങ്ങള് എല്ലാരും ഉണ്ട്. വേദോടെ ഡാൻസ് ഒക്കെ കളിച്ചു കേട്ടാ. ഡാൻസ് ഒക്കെ കളിച്ചു. ആ, മിക്കി മൗസിനെ കണ്ടു, എൻജോയ് ചെയ്തു. ആ ബാ, അപ്പൊ ഒരു കാര്യം കാണിച്ചു തരാം. ബാ വേദു, അപ്പൊ ഒരു സർപ്രൈസ് കാണിക്കാം. ബാക്കിയൊക്കെ നാളെ. ഓക്കെ, ഇന്ന് ഒരു സർപ്രൈസ്. 1 2 3 തുറന്നു നോക്ക്. എന്താണത്? ഈ സർപ്രൈസ് എന്താ ഞാൻ നിങ്ങളെ നാളെ കാണിച്ചു തരാം കേട്ടാ. എടുക്കണ്ടേ നമുക്ക് ജസ്റ്റിനായിട്ട് റൊമാൻറ്റിക് ഫോട്ടോസ് ഒക്കെ? അത് മറ്റവരല്ലേ എടുത്തേ? അല്ല, നിങ്ങൾ തന്നെ എടുത്തോ? ഞാൻ 2-3 ഫോട്ടോ എടുത്തായിരുന്നു. ആരുടെ? എന്റെ ഫോട്ടോ, അവിടെ ഫോട്ടോ സെപ്പറേറ്റ്. അത് പോരാ, ഫോട്ടോഗ്രാഫറിനെ എടുത്തു തരണമല്ലോ. അതെടുത്തു തരാം. ഒരുമിച്ച് എടുക്കണ്ടേ? ഇതല്ല, നമുക്ക് ഈ ഇങ്ങനെ കടലിലേക്ക് പോകുമ്പോ ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാതെ സ്റ്റാർസ് ബ്യൂട്ടിഫുൾ ആയി കാണാം. ഇറ്റ്സ് ജസ്റ്റ് പ്യുവർ ഹെവൻ. സ്റ്റാർസ്, ഗുഡ് ഷിപ്പ്, ഗുഡ് കമ്പനി. ഓ, ഇപ്പൊ തന്നെ ഞങ്ങളൊരു ജസ്റ്റ് ഒരു ബർഗർ കഴിച്ചു. അടുത്ത ഡിന്നറിന് സമയമായി. ഇതാണ് കഴിക്കാനുണ്ടല്ലോ. എന്നാലും ഒരു ഫുഡ് ബ്ലോഗായിട്ട് വരുന്നുണ്ട്. എത്താനാണ് പാട് ഗൈസ്, ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തേക്ക്. ഇതേ വരുന്നു. ഇത് ഞങ്ങളുടെ ഡിന്നർ ആനിമേറ്റഡ് ടേബിൾ ആണ്. ഇന്നത്തെ ഡിന്നർ മാത്രം ഞാൻ കാണിക്കാം കേട്ടോ. എന്തായാലും ഇവിടെ ഇതൊക്കെ ക്യൂ ആന്ന് തോന്നുന്നു കേട്ടാ. എന്ത് വലിയ റെസ്റ്റോറന്റ് ആയിരിക്കും. അപ്പൊ അങ്ങ് ക്യൂ കിടക്കുവാണ് നമ്മുടെ ഒരു റെസ്റ്റോറന്റിലേക്ക്. അത് 5ാമത്തെ 4 ഡിന്നർ സ്ലോട്ട്സ് കണ്ടുണ്ട്. നമ്മളെ ലാസ്റ്റത്തെ ഡിന്നർ സ്ലോട്ട് എടുത്ത് എന്നിട്ട് വരെ ഈ ക്യൂ. ഓ, ഇത് എവിടെ പോയി നിന്നാ തുടങ്ങാൻ പറ്റുക? ഇവിടുന്നോ? ഓക്കെ ഓക്കെ, യു ടേൺ എടുക്കണം അല്ലേ? ആനിമേറ്റഡ് ടേബിൾ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ്. ഹലോ ഹലോ. ഞാൻ ഫുൾ ക്ലാപ്പ് ചെയ്യുന്നു പ്രിൻസസ് വന്നോണ്ട്. അപ്പൊ നമ്മുടെ റെസ്റ്റോറന്റ് ടേബിൾ നമ്മൾ തപ്പിപ്പോവാണ്. ഇത് ഫുൾ ആനിമേഷൻ തീമായിരിക്കും. എന്ത് രസം നോക്ക്. ഡൈനിങ് ഏരിയ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഐ തിങ്ക് യു ഹാവ് ടു. ഇത് ശരിക്കും നമ്മൾ വന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഡിസ്നിയുടെ ഈ സംഭവം ഏതാ? ഓ, കംപ്ലീറ്റ് ആനിമേഷൻ തീമാ. മലയാളമാണോ? ആ, മലയാളോ? ഓ ഹലോ. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ലുക്ക് അറ്റ് ദ റെസ്റ്റ്. ആ, എത്ര ദൂരം നമ്മൾ നടക്കുന്നത്. വെൽക്കം. ഓ വാ, ഇതൊക്കെ ഡൈനിങ് ഏരിയാസാ. ജസ്റ്റ് സീ ഗൈസ്, ഞാൻ ഒരു ഡൈനിങ് ഏരിയ മാത്രം നടന്ന് കവർ ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നതെന്ന്. ഇതൊക്കെ ഇതുപോലെ ടേബിൾസ് ആണ്. ഓ വാ,
ഇത് കണ്ട പ്രിയ, ഇതിന്റെ ഉള്ളില് നമ്മൾ വരയ്ക്കണം. ഇതിന്റെ ഉള്ളില് അപ്പൊ അപ്പുറത്തിരിക്കാം. അത് ഇവിടെ സ്ക്രീനിൽ വരും നമ്മൾ വരയ്ക്കുന്നത്. എന്തല്ലേ അത് അറിയില്ല, നമുക്ക് വരച്ചു നോക്കാം. ബാ അപ്പുറത്തിരിക്കും. ഇവിടെ വാ. ഇപ്പുറത്തിരിക്കും. ബാ. ഇത് ആക്ച്വലി ഒരു ഫസ്റ്റ് നെഗറ്റീവ് ആയിട്ട് തോന്നി ക്രൂസിൽ ഇത്രയും തന്നിട്ട്. കാരണം നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മളൊരു ടേബിളിൽ വരുമ്പോൾ നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരുന്നു ബാക്കിയുള്ളവരായിട്ട്, ലൈക്ക് നമ്മൾ അറിയാത്തവരായിട്ട്. ഇതുപോലത്തെ ഡൈനിങ് റെസ്റ്റോറൻറ്റിൽ അങ്ങനത്തെ ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ് ശരിക്കും അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലല്ലോ. നമുക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ടേബിൾ, കാരണം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ടേബിൾ ഷെയർഡ് ആണ്, അതൊരു ബിഗ് തംസ് ഡൗൺ തന്നെയാണ്. പ്രിയയുടെ ആർട്ടിസ്റ്റിക് കഴിവ് മൊത്തം വെളിയിൽ എടുത്തിട്ടുണ്ട്. ഏതും നല്ല ക്യൂട്ടായിട്ട് ഒരെണ്ണം വരച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ വരുമ്പോൾ എന്നോട് പറയണേ. ഇവിടെ നമ്മുടെ പേരും ടേബിൾ നമ്പറും എഴുതണേ. ഇതൊക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാം അൺലിമിറ്റഡ് ആയിട്ട് ഓർഡർ ചെയ്യാം. രാത്രി ഇതുപോലെ ഫൈൻ ഡൈനിങ് ആണ്. അപ്പൊ ഇന്നത്തെ ഒന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ബാക്കിയുള്ളതൊക്കെ ഓരോരോ ദിവസങ്ങളിലായിട്ട് ഞാൻ കാണിച്ചു തരാവേ. സോ സ്മോൾ പ്ലേറ്റ്സ് നമുക്ക് ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. കുറച്ച് ബ്രെഡ്സ് ഉണ്ട്. ബ്രെഡ്സ് ഒന്നും കഴിക്കില്ല ഞങ്ങള്. ഓൺട്രേസ് കുറേ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിസേർട്സ് ഉണ്ട്. കിഡ്സ് മീലും ഉണ്ട്. അടിപൊളി. സോ എന്തൊക്കെ പറയണം? എല്ലാം ഓരോന്ന് വെച്ച് പറയണോ അറിയാ? എല്ലാം ഓരോന്ന് വെച്ച് പറയണോ? പിന്നെ എന്നിട്ട് ഞാൻ കഴിക്കണം. അയ്യടേ, എനിക്ക് രാത്രി വിശക്കും. ഇവിടെ രാത്രി കിട്ടും ഫുഡ് അറിയോ? മുകളില് ഏത് വരച്ചത്? ഓ വെരി നൈസ്. അതും ബാക്കിലുള്ള ആള് ഒരേപോലെ ഉണ്ടല്ലോ. അവൻ ബാക്കി നോക്കുന്നത് ഏത്? അമ്മേനെയാ പറഞ്ഞേ. അമ്മനെ പോലെ കൊടുക്ക്. ഇത് കണ്ടോ, ഇവരുടെ സ്റ്റാർട്ടേഴ്സ് ഐ മീൻ വെറുതെ കുറച്ച് ബൺ തരും. പക്ഷെ അത് നല്ല സോഫ്റ്റ് ബ്രെഡ് ആണ്. പക്ഷെ അതിന്റെ കൂടെ വരുന്ന ഈ ഡിപ്സ് നോക്ക്. ഓണിയൻ ഡിപ്പ്, ഓണിയൻ മയോണീസ്. ഭയങ്കര ടേസ്റ്റ് ആ ഡിപ്പിന്. ഞാൻ വേറെ എവിടെയും കഴിച്ചിട്ടില്ല ഇങ്ങനത്തെ ഒരു ഡിപ്പ്. ശരിക്കും നമ്മുടെ ഓണിയനും മയോണീസും ഒക്കെ മിക്സ് ചെയ്ത് കുറച്ച് സെലറി ഒക്കെ ഇട്ട് ഷോ നടക്കുക കേട്ടാ. ഇവിടെ എന്തോ മാജിക്കൽ നോക്ക്. ഇത് ഡൈനിങ് മാത്രമാട്ടോ, ഒരു എക്സ്പീരിയൻസ് തന്നെയാ. ഇവിടെ ഇങ്ങനെ സ്ക്രീനിൽ ഓരോ സംഭവം കാണിക്കും അവര്. ഇവിടെ ഇതുപോലെ ഒരു 10 മിനിറ്റ്സോളം ഇതുപോലെ ഒരു മ്യൂസിക്കും അതുപോലെ തന്നെ ആനിമേഷനും എല്ലാം ഉണ്ട്. അത് കുറെ ചെറിയ സ്ക്രീൻസിലൊക്കെ വരും കേട്ടോ. എത്ര സ്ക്രീനാന്ന് നോക്ക്. എല്ലായിടത്തും ഇത് തന്നെ. 1, 2, 10 സ്ക്രീൻസിലല്ല കേട്ടാ. മനസ്സിലായി പറയാ. ഈ ഫസ്റ്റ് ഡേ കഴിഞ്ഞിട്ടില്ല. വന്നത് ഒരു ലൈഫ് ടൈം മെമ്മറിയാ. വൺസ് ഇൻ എ ലൈഫ് ടൈം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേണ്ട ഒരു സംഭവം ഓൾറെഡി പറയണം അല്ലേ? ഡിസ്നി ക്രൂസ് അതാകുമ്പോ കൂടുതൽ ടാലന്റ് ആയി. മിക്കി മൗസ് ഒക്കെ കളർ ചെയ്ത് ബ്യൂട്ടിഫുൾ. എനിക്കറിയില്ല വേദുവിന് കളർ പെൻസിൽ വരയ്ക്കും ചെയ്യാൻ തന്നെ അറിയായിരുന്നു. നന്നായി ചെയ്തു. അപ്പൊ ഇത് വേദുവിന് ഒരു എക്സ്ട്രാ ഐസ്ക്രീം. ഓക്കെ, ഡിന്നറില് വേദുവിന്റെ ഫുഡ് നോക്കും. വേദുവിന് നല്ല ക്രീമി ബട്ടർ ചിക്കനും പൊറാട്ടയും റൈസും സാലഡൊക്കെയാണ് വന്നിരിക്കുന്നത്. കഴിച്ചു തുടങ്ങിക്കോ, നമ്മളെ അത് കഴിഞ്ഞിട്ട് വരും. കൊടുത്തോ. ഗ്രേവി മാത്രം ടേസ്റ്റ് ചെയ്ത് നോക്കും, നല്ലതാണോ ഇഷ്ടപ്പെടുമെന്ന് നോക്കുക. കണ്ടിട്ട് നല്ല കിടിലും ബട്ടർ ചിക്കൻ കേട്ടോ. ഇന്ത്യൻ ഫുഡ് കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇതില്. ഓക്കെ, നല്ലതാണോ? ആക്ച്വലി ഒരാളുടെ പോർഷൻ പോലെയാണ് വരുന്നത് കേട്ടോ. ഇത് ചിക്കൻ സാറ്റെ വിത്ത് പീനട്ട് സോസ് ബാവ്. സോ എല്ലാം ഒരാൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ 2 പോർഷൻ ആയിട്ട് തന്നെ പറയാം. ചിക്കൻ സാറ്റെ നോക്കട്ടെ ഇൻ പീനട്ട് സോസ്. അതെ, ഇതില് പീനട്ട് സോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഫുഡ് റിവ്യൂ ഒക്കെ വേറൊരു വ്ളോഗിലാണ്, ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. ഇന്നത്തെ ഒരു ചെറിയ സാമ്പിൾ. ഓക്കെ, തണുത്തു പോയിരിക്കുന്നു. ചിക്കന് വലിയ ഫ്ലേവറോ ടേസ്റ്റോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു പുഴുങ്ങിയ ചിക്കൻ്റെ ഒരു ടേസ്റ്റ്. ഒരു സ്മോക്കി ഫ്ലേവർ സാറ്റർഡേ ഒന്നും വന്നിട്ടില്ല. ചിക്കൻ ഞാൻ കുറച്ച് കഴിച്ചു നോക്കി. അടിപൊളിയാണ്. ക്രീമി, ടൊമാറ്റോയി, ഇറ്റ് ഇസ് തിക്ക്. നല്ല ചിക്കൻ ഇസ് വെൽ കുക്ക്ഡ്. ഇറ്റ് ഇസ് റിയലി ഗുഡ്. അപ്പോൾ ഇത് സൂപ്പറാണ്. പാവ് എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. അത് കുറച്ച് തണുത്തു പോയി തോന്നുന്നു. എന്റെ സ്റ്റാർട്ടർ എന്തായാലും തണുത്തു പോയി. സ്റ്റേക്ക് കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു. പക്ഷെ പ്രിയക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല കേട്ടാ. കാരണം അത് മറ്റേ പ്രോപ്പർ ആയിട്ട് പോലെ കുക്ക് ചെയ്തിരിക്കുന്നത്. മീഡിയം റയറാ, വെൽ ഡൺ ഒന്നും അല്ല. ഇങ്ങനെയാണ് ശരിക്കും കഴിക്കേണ്ടത്. റോ അല്ല, അത് ഫുഡാ. അല്ലെങ്കിൽ ആ പിങ്ക് വരില്ലല്ലോ, ബ്ലഡ് ഒന്നും ഒഴുകുന്നില്ലല്ലോ. സോ ഇറ്റ്സ് നോട്ട് റയർ. അല്ല എന്റെ നോക്ക് സ്കാലപ്പ് ആൻഡ് മഷ്റൂം റിസോട്ടോ ആണ്. ഓക്കെ, സോ ഞാൻ എന്റെ നോക്കട്ടെ. റിസോട്ടോ മാത്രമായിട്ട് കഴിച്ചു നോക്കട്ടെ.
ഓ യം സ്റ്റണ്ണിങ് ഏർത്തി മഷ്റൂമിൽ ആ ട്രഫിളിന് നല്ല ഫ്ലേവർ ഉണ്ട് ആൻഡ് സ്കാലപ്പ് ഓ യം ബട്ടറി ആ സമയത്ത് ഭയങ്കര ഒരു ഫിഷി ആഫ്റ്റർ ടേസ്റ്റും ഇല്ല. ഇറ്റ്സ് പെർഫെക്റ്റ്ലി കുക്ക്ഡ്, ഇറ്റ്സ് മോയിസ്റ്റ്. ഇത് അടിപൊളിയായിട്ടുണ്ട്. സോസിലൊക്കെ മുക്കി ഒന്ന് കഴിച്ചു നോക്ക്. സ്റ്റേക്ക് ഓക്കേ ഉള്ളൂ. എന്താ പോരാ, സോസിന്റെ കുറവാണോ എന്താന്ന് ഒരു കുറവ്. ഭയങ്കര മീറ്റി ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഭയങ്കര മീറ്റി ആ ഒരു മസാല ഫ്ലേവർ. അതെന്നറിയോ, പ്രോപ്പർ സ്റ്റേക്ക് അങ്ങനെയാ. എനിക്കൊരു പീസ് കട്ട് ചെയ്തത് ഞാൻ പറയാം. അല്ലാതെ നാട്ടിലെ പോലെ കുറെ സോസും അതൊന്നും ഇട്ട് മസാല ഒന്നും ഇട്ട് തരില്ല. ഇത് പച്ചക്ക് കഴിക്കുന്ന പോലെ അതാണ് സ്റ്റേക്ക് കേട്ടാ. മിക്കി മൗസിന് നമ്മൾ കൊടുത്ത ഡ്രോയിങ്സ് ഒക്കെ അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നിട്ട് വരും. പക്ഷെ ഇത്രയും പേരുടെ എപ്പോ വന്ന് തീരാനാ? ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യും നമ്മുടെ ഏതാന്ന്. നമ്മള് വരച്ച ഏതാന്ന് എങ്ങനെ അറിയും? അവരത് ആനിമേറ്റഡ് ആയിട്ട് അറ്റത്തുള്ളത്. ഓറഞ്ച്. ആ അത് കണ്ട് ഏതിന്റെ ക്യൂട്ട് പച്ചയാ. ഞാൻ ഇതല്ലേ അതല്ല നേരത്തെ വന്നത്. വന്നു അപ്പൊ അതവര് ആനിമേഷൻ ആയിട്ട് ഇടുന്നുണ്ട്. അടിപൊളി. അതനുസരിച്ച് ഇവിടുത്തെ ലൈറ്റിംഗ് ഒക്കെ മാറും കണ്ട. അതനുസരിച്ച് ലൈറ്റിംഗ് ഒക്കെ മാറ്റും അവരുടെ. അടിപൊളി. അത് കഴിഞ്ഞിട്ട് ഇവര് ഡിസ്നി ക്യാരക്ടേഴ്സിന്റെ കൂടെ നമ്മൾ വരച്ച ഡ്രോയിങ്സ് ഇടും. വേദുവിന്റെ വന്നപ്പോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. മിക്കി മൗസിന്റെ കൂടെ ആയിരുന്നു വേദുവിന്റെ ആള്. എല്ലാ ക്യാരക്ടേഴ്സും കൂടെ അതെ എല്ലാ ക്യാരക്ടേഴ്സും കൂടെ ഡാൻസ് ചെയ്തു. എന്തോരം എഫേർട്ട് എടുത്തല്ലേ. ആ വേദുവിന്റെ ക്യാരക്ടർ ആയിരുന്നു മെയിൻ. ഓ ക്രെഡിറ്റ് സീനില് പേരും കാണിക്കുന്നത്. പ്രിയ വന്നു. അവിടെ ഒരു പ്രിയ പോയി. എവിടെ താഴെ ദിനേശിന്റെ താഴെ വീടിയുടെ മുകളില് അങ്ങനെ ക്രെഡിറ്റ് സീനില്. ഓ ഓ ക്രെഡിറ്റ് സീനിലും വേദു വന്നു. സേർട്സിന്റെ ഭംഗി നോക്ക് പ്രിയ. ഇതെങ്കിലും ടേസ്റ്റ് നമ്മുടെ ലുക്കിന്റെ അത്ര ഉണ്ടായാൽ മതിയായിരുന്നു. കാരണം ഇറ്റ് ലുക്സ് റിയലി ഗുഡ്. സോ ഇത് ഒരു ചോക്ലേറ്റ് മൂസ്, ഇത് സ്ട്രോബെറി ചീസ് കേക്ക്, ഇത് വേറെ എന്തോ റാസ്ബെറി ചോക്ലേറ്റ്, ഇത് ഇവരുടെ ഒരു ചോക്ലേറ്റ് സൺഡേ ഫ്ലേവർ. ഇതാണ് ഏറ്റവും ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇതെന്താ ചോക്ലേറ്റ് ആണ്. ഓക്കെ ഞാൻ ആദ്യം എന്റെ നോക്കട്ടെ. ഇത് നോക്കട്ടെ ഇതെന്താന്ന്. ഓ വാവ്, നല്ല സ്മൂത്ത് ചോക്ലേറ്റ് മൂസ് ആണെന്ന് തോന്നുന്നു. ഒരു ഡാർക്ക് ചോക്ലേറ്റ് മൂസും അതിന്റെ കൂടെ ഇത് മാംഗോ വിത്ത് വാനില ഐസ്ക്രീം ആണെന്ന് തോന്നുന്നു. ഇത് രസമല്ല നോക്കട്ടെ. പ്രിയ ഷെയറിംഗ് അല്ല, ഇരുന്ന് വെട്ടി അടിക്കല ഒറ്റയ്ക്ക്. ഓ മാംഗോ നോക്കട്ടെ. സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്, അതൊരു മൂസ് പോലെയാണ്. ലിക്വിഡ് സ്മൂത്ത്. നമ്മുടെ ലിൻഡിന്റെ ചോക്ലേറ്റ് വെച്ച് മൂസ് ഉണ്ടാക്കിയ പോലെ ഉണ്ട്. അതിനാ സ്ട്രോബെറി റാസ്ബെറി പുളിപ്പും തരും. ബർത്ത്ഡേ ആരുടെ ബർത്ത്ഡേ. It's around 13 years. 13 times, yeah? Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Happy birthday to you. Kiss, kiss, kiss. Not in front of him. Thank you. Thank you. ആ ആനിവേഴ്സറി നമ്മൾ ഇനി ഷിപ്പിൽ വരില്ലല്ലോ, അതുകൊണ്ട് 2 days നേരത്തെ സെലിബ്രേറ്റ് ചെയ്തതാ. എന്താ ഞങ്ങൾ കിസ് ചെയ്താ? എന്താ അമ്മ കിസ് ചെയ്യാൻ കാണാൻ സമ്മതിക്കില്ലേ? കിസ്സിംഗ് സീൻ കാണാൻ അമ്മ സമ്മതിക്കില്ലാന്ന്. സമ്മതിക്കില്ല അമ്മ സമ്മതിക്കില്ല. മൂവീസിൽ അമ്മ സമ്മതിക്കില്ല. കണ്ണടയ്ക്കാൻ പറയും.
കാണാൻ പറ്റില്ല. നല്ല ആ ഇത് കണ്ടിട്ട് ഭയങ്കര ഭംഗിയില്ലേ? പ്രിയ ഷോക്കായി ആനിവേഴ്സറി ഇതൊക്കെ പറഞ്ഞു വന്നപ്പോ. എത്ര വർഷം ആവും ആക്ച്വലി അറിയോ? 14 ആട്ടാ. 14 അല്ല 14. ഇത് ചീസ് കേക്ക് ആണെന്ന് തോന്നുന്നു. ഇതിന്റെ അടിയിലെന്താ കൊക്കോ ഇന്റെ അമ്മോ നോക്കട്ടെ. സോ ക്രഞ്ചി ആൻഡ് കാരമലി. ആ ഇതത്രയും പോരാ. പോരാ ഇൻ ദ സെൻസ് കണ്ടപ്പോഴും തോന്നി ഭയങ്കര ഒരു ചീസ് കേക്കിന്റെ ഫ്ലേവർ ഒന്നുമില്ല. ഒരു ടോഫി പുഡിങ്ങിന്റെ പക്ഷെ ചെറിയൊരു പുളിപ്പുണ്ട്. വലിയ ഗുണമില്ല കേട്ടോ. വേദു ഇപ്പൊ ഡിസ്നി ആനിമേറ്റർ ആയിന്ന്. അമ്മോ ആ ഇങ്ങ പിടിച്ചോ, സർട്ടിഫിക്കറ്റ് കിട്ടും. അത് നമുക്ക് വാങ്ങാം. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ കഴിച്ചു കൊടുത്തു. വേറൊരു സംഭവം ഉണ്ട്, സൈലന്റ് ഡിസ്കോ പാർട്ടി. നമുക്ക് പോവാം. വേദുവിനെയും കൊണ്ടുപോവാം. ഓൾ ഏജസാ. പോയാലോ? അതിപ്പോ പോണം പാർട്ടി. ആ വേദുവിന്റെ ഫസ്റ്റ് പാർട്ടി. ആ ആ റെസ്റ്റോറന്റിൽ അപ്പൊ വെളിയിൽ ഇറങ്ങുവാണ്. ഐ ഹാവ് ടു സേ ഫുഡ് ഞാൻ പറഞ്ഞ പോലെ മിക്സഡ് ആണെങ്കിലും എക്സ്പീരിയൻസ് ആൻഡ് സർവീസ് 6 സ്റ്റാർ കൊടുക്കാം. അതിനൊന്നും നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ കംപ്ലീറ്റ് നമ്മൾ കറക്റ്റ് ഒരു കോംപ്രമൈസും ഇല്ലാതെ ആയിരിക്കും റിവ്യൂസ് പറയുന്നത്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെടുത്ത് പറയും, കാരണം എക്സ്പെൻസീവ് സാധനമാണല്ലോ. ആ സമയത്ത് ഒരു ചെറിയ നല്ല കാര്യം ഉണ്ടെങ്കിൽ അതും എടുത്ത് പറയും. ആൻഡ് ടീം ആൻഡ് വേ ദേ ഹാവ് ഡൺ ദ ഷിപ്പ്, അവരെ ഷിപ്പ് ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു മോഡേൺ മാർവൽ ആണ്. ശരിക്കും ഒരു മോഡേൺ മാർവൽ. ആൾക്കാർ ചെയ്യുന്ന പോലെ ഇഫേർട്ട് എടുത്ത് ഈ ക്യൂട്ട്നെസ്സിന് വേണ്ടി ഒരു രാജ്യക്കാരും ഏഷ്യക്കാരും ചെയ്യുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ് അവർക്കിത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ യൂറോപ്യൻസ് റൂമൊന്നും ഇതുപോലെ ഒന്നും കാണില്ല, ഇന്ത്യൻസേയും കാണില്ല. ഇവരുടെ ഭയങ്കര കസ്റ്റമൈസേഷൻ, എന്തൊരു ക്രിയേറ്റീവ് ആണ്. ആ ടാങ്കിളിന്റെ റപ്പുൻസലിന്റെ മുടി പോലെ അവർ ചെയ്തു വെച്ചിരിക്കുന്നു. ഇത് മറ്റേ ഇത് എൽസയുടെ സ്നോമാൻ്റെ ബ്ലൂ കളർ ഷോള്. അങ്ങനെ ഒരുപാട് പേര് കുറെ യൂണീക്ക് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. മിക്കി മൗസിന്റെ ബം പോലെ വെച്ചിരിക്കുന്നു. ഏതാ നെറ്റ്സ് ഒക്കെ വെച്ചിരിക്കുന്നു. നൈസ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇതൊക്കെ മാഗ്നറ്റിക്കാ. ഏത് നെക്സ്റ്റ് ടൈം നമ്മൾ വരുമ്പോ നമുക്ക് ഇതൊക്കെ ചെയ്യാം. ഫുൾ ഷാഷ. ഇത് 2 റൂം അവര് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ 2 പേരും അടുപ്പിച്ചെടുത്തതാ. നമ്മുടെ റൂമിലും കുറച്ച് സ്റ്റിക്കേഴ്സ് എങ്കിലും കിട്ടിയല്ലോ. കണ്ട വേദ് ഭയങ്കര ലക്കിയാണ്. എന്നാലും എന്താ ഡിസ്നി അഡ്വഞ്ചർ ലൈറ്റ്സ്, ഡിസ്നി ക്രൂസ്. അതും കുഴപ്പമില്ല. ഫസ്റ്റ് റൂമിൽ വന്നപ്പോ അവര് ഹൗസ് കീപ്പിംഗില് ക്രാബ് വിത്ത് ചോക്ലേറ്റ് കണ്ണ് ചെയ്തു വെച്ചിരിക്കുന്നു. അതെന്താ നോക്ക അവിടെ. ഇതാ ബാൽക്കണി ഒന്നും ഇല്ല. പെട്ടെന്ന് എങ്ങനെ ബാൽക്കണി വരും? വേദുവിന്റെ റൂം ബെഡ് വരെ അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. വന്നേ ഇങ്ങോട്ട്. ഇനി മറ്റേ ബാക്കിയുള്ളതൊന്നും കാണിച്ചിട്ടില്ല നാളെ. ഇവരുടെ റൂഫ് ടോപ്പിൽ എന്താ സംഭവം കണ്ടില്ല? നമ്മളാ പാർക്ക് പോലത്തെ. എന്തോരം സാധിക്കണ്ടേ. അപ്പൊ വേഗം പോയി കിടക്കാം. നാളെ ഫുൾ എനർജിയിൽ ഇറങ്ങാം. 3 ദിവസം ഒന്നും പോരാ. 3 ദിവസത്തിൽ എന്താ വേണ്ട? എന്ത് രസമല്ലേ പോകുന്ന സ്ഥലങ്ങളൊക്കെ നടക്കുന്ന. എവറി കോർണർ ഇസ് ബ്യൂട്ടിഫുൾ. നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? എനിക്ക് ഒരെണ്ണം കൂടെ വേണം. നമ്മൾ തന്നെ ഇതുപോലെ ഐസ്ക്രീം എടുക്കാം കേട്ടോ. രാത്രി വന്ന് അത് വെനിലയും ചോക്ലേറ്റും മിക്സ് ചെയ്തെടുക്കാം. നോക്ക്, വെനില ചോക്ലേറ്റ് സ്വേൾ. ഐസ്ക്രീമിന്റെ ഷേപ്പ് നോക്ക്. പട്ടി അപ്പിട്ട പോലെ ഇല്ലേ? എനിക്കറിയില്ല ഐസ്ക്രീം എടുക്കാൻ, കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതെന്താ വെറും കോണാ? അവര് ബിസിയാ. ഹാപ്പി ആയോ? എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഇൻ ഡിസ്നി ക്രൂസ്? സൂപ്പർ ഡൂപ്പർ. എപ്പോഴും ഓർത്തിരിക്കുമോ മോൻ? ബാ. രാത്രി ഇപ്പൊ സമയം 12:30. ഷിപ്പില് ഒരു സിനിമയും കണ്ട് ഇന്നത്തെ ദിവസം മൈൻഡ് അപ്പ് ചെയ്യാണ്.
സോ അങ്ങനെ നമ്മൾ ഡേ 1 വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരു ചെറിയ സാമ്പിൾ കിട്ടിക്കാണെന്ന് വിചാരിച്ചു. കുറച്ച് ഷിപ്പിൻ്റെ ഭാഗവും കുറച്ച് ഫുഡൊക്കെ കാണിച്ചല്ലോ. സോ നാളെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുമോ, ബിക്കോസ് നാളെ ഷിപ്പിൻ്റെ എല്ലാ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അത് 2-3 ദിവസത്തെ ഷൂട്ട് ചെയ്തായിരിക്കും, പക്ഷെ അത് ഒരുമിച്ച് കാണിക്കും. ആൻഡ് വാട്ട് എ പ്ലേസ് ടു മേക്ക് മെമ്മറീസ് വിച്ച് വിൽ ലാസ്റ്റ് ഫോർ എ ലൈഫ് ടൈം. സോ എന്തായാലും നാളത്തെ വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ കാണുക. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. അതെ, ഈ രാഗം ഫുള്ള് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ഗുഡ് ബൈ. പറഞ്ഞേട്ടാള്